ഹായ്, ഞാൻ വിഷ്ണുജിത്ത്. ഇന്ന് നമുക്ക് ക്രൊസാൻ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. ഇതെൻ്റെ കൊളീഗാണ് ഷീറ്റ് ചെയ്യുന്നത്. പുതുതായിട്ട് ജോയിൻ ചെയ്തതാണ്. അപ്പോൾ കുറച്ച് അവനെയും പഠിപ്പിക്കുവാണ്. 2 kg 600 ഡോയിൽ 1 kg ബട്ടറാണ് നമ്മൾ ഈ ഷീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഡോ ചെറുതായി ഷീറ്റ് ചെയ്ത ശേഷം ബട്ടർ എടുത്തതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഡോ നന്നായി കവർ ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ ഡോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ആഡ് ചെയ്തിട്ടില്ല. അത് വീഡിയോ ലെങ്ത്ത് വീണ്ടും ഒരുപാട് കൂടുന്നതിനാൽ അത് ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഫോൾഡ് ചെയ്ത ശേഷം ഡോ തിരിച്ച് വെച്ച് 26-ൽ ഷീറ്റ് ചെയ്യുക. ഷീറ്റ് ചെയ്ത് അതൊരു 12-11 ആ റേഞ്ചിലേക്ക് എത്തിക്കുക. ഒറ്റയടിക്ക് അത് 12ലേക്ക് ഇടാൻ പാടില്ല, അത് ബട്ടർ ക്രാക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതിയെ കുറച്ച് കൊണ്ടുവരിക. ഷീറ്റിംഗ് കഴിഞ്ഞ ശേഷം എഡ്ജ് ചെറുതായി കട്ട് ചെയ്ത് കളയുക. അത് നമുക്ക് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാണ്, കറക്റ്റ് ലെയർ കിട്ടാനായിരുന്നു. കട്ട് ചെയ്ത ശേഷം ആ ഡോ സിംഗിൾ ഫോൾഡ് ചെയ്യുക. പൊതുവെ എല്ലായിടത്തും ക്രോസൻ ഷീറ്റ് ചെയ്യുന്നത് ഒരു സിംഗിൾ ഫോൾഡും ഒരു ഡബിൾ ഫോൾഡും ആയിരിക്കും. സിംഗിൾ ഫോൾഡ് ചെയ്ത ശേഷം വീണ്ടും പഴയതുപോലെ ഡോ തിരിച്ച് വെച്ച് ഷീറ്റ് ചെയ്യുക. അത് 26, 24 അങ്ങനെ കുറച്ച് ഒരു 9, 6 ആ റേഞ്ചിലേക്ക് എത്തിക്കുക. വീണ്ടും എഡ്ജ് ചെറുതായി കട്ട് ചെയ്ത് കളയുക. ശേഷം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ ഫോൾഡിംഗ് ആണ്. ഡബിൾ ഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് കുറച്ച് എടുത്ത് ടോപ്പിൽ വെക്കുക, മറ്റേ സൈഡ് ഫുള്ളായിട്ട് വെക്കുക. അതായത് ഒരു 20-80 ആ റേഞ്ചിൽ ഫോൾഡ് ചെയ്യുക. നമ്മളെന്നും ക്രോയിസെൻ്റ് ചെയ്യുന്നത് ഒരു തണുത്ത അന്തരീക്ഷത്തിൽ ചെയ്യുന്നത് നല്ലത്. കൂടുതൽ ചൂട് കൂടുന്തോറും നമ്മളെ ഉള്ളിലെ ലെയർ ബട്ടർ മെൽറ്റാവും. അത് നമുക്ക് ഡോ ലൂസാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം സ്പീഡിൽ ചെയ്യാൻ നോക്കുക. ഡബിൾ ഫോൾഡിങ് കഴിഞ്ഞ ശേഷം പിന്നീട് നമ്മൾ ഡോ ഷീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഫ്രീസറിൽ വെക്കുക. ക്രൊസൻ ഡോ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം അതിൻ്റെ റിസൾട്ട് കിട്ടും. ഷീറ്റ് ചെയ്ത ക്രോസൻ ഡോ ഫ്രീസറിൽ വെക്കുക. പിന്നീട് ഒരു 6 അവേഴ്സ് അത് ചില്ലറിൽ ഡിഫ്രോസ്റ്റിംഗ് ചെയ്യുക. അതിനുശേഷം ആ ഷീറ്റ് എടുത്ത് നമ്മൾ ഷീറ്റ് ചെയ്യുക. ഫൈനൽ ഷീറ്റിങ്ങിൽ നമ്മളിവിടെ 40 സെൻറ്റിമീറ്റർ വിഡ്ത്തും 3 മില്ലിമീറ്റർ തിക്നെസ്സിലുമാണ് ഷീറ്റ് ചെയ്യുന്നത്. ഷീറ്റ് ചെയ്ത ഡോ ഒരു ടേബിളിലേക്ക് വിരിച്ചിടുക. എപ്പോഴും ശ്രദ്ധിക്കുക, ടേബിളിൽ ഓവർ ചൂടുണ്ടാകാൻ പാടില്ല. ചൂട് കൂടുമ്പോൾ അതിൻ്റെ ക്രോസൻ ഡോയിലെ ബട്ടർ മെൽറ്റാവും. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ടേബിളിൽ വിരിച്ച ക്രോസൻ ഷീറ്റിൽ കുറച്ച് ഫ്ലോർ സ്പ്രെഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് രണ്ടും സ്റ്റിക്കാവാൻ സാധ്യതയുണ്ട്. ശേഷം ആ ഷീറ്റിനെ ഹാഫായി മടക്കി കട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് 18 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് എഡ്ജ് കട്ട് ചെയ്ത് കളയുക. ശേഷം എഡ്ജ് ചെറുതായി ക്രോസായി കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം 6 സെൻറ്റിമീറ്ററിൽ ക്രോസൻ്റെ ഷീറ്റ് കട്ട് ചെയ്യുക. നമ്മളിവിടെ ചെയ്യുന്ന ക്രോസൻ്റെ സൈസ് 18 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമാണ്. കട്ടിങ് കഴിഞ്ഞ ശേഷം ഞാനിതിൽ കാണിച്ച പോലെ റോള് ചെയ്യുക.
റോൾ ചെയ്ത് വെച്ച ക്രോസൻ 3 hours പ്രൂവിങ്ങിനായി വെക്കുക. 3 hours ശേഷം പ്രൂവിങ് ആയതിനു ശേഷം എഗ്ഗ് വാഷ് ചെയ്ത് ഓവനിൽ കയറ്റാം. $220 മുകളിലും 170 താഴെയുമാണ് ക്രോയിസൻ ബേക്ക് ചെയ്യാനുള്ള ടെമ്പറേച്ചർ. അതിലൊരു 15 മിനിറ്റിനോളം വയ്ക്കുക. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ബേക്കിംഗ് കഴിഞ്ഞ ക്രോയിസൻ്റാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.